Okay, next vector calculus 15. Gauss divergence theorem 2. നമ്മൾ ഗോസ് ഡൈവേർജൻസ് തിയറത്തിലെ ആദ്യത്തെ ഒരു 8 പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ഇനി അടുത്തതാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എംപ്ലോയിങ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. എളുപ്പത്തിന് വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇതാ എക്സാമ്പിൾ 9. Use the divergence theorem to find the outward flux of the vector field f of x y z equal to x cube I plus y cube j plus z square k across the surface of the region that enclosed by the cylinder x square plus y square equal to 9 and the plane z equal to 0, z equal to 2. ആദ്യം നമ്മൾ ഇതിൻ്റെ ഡൈവ് എഫ് കാണണം. ഡൈവ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? 3x ക്യൂബിന് 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z. അതാണ് ഡൈവ് എഫ്. അതാണ്, അത് നമ്മൾ ഓർമ്മ വേണം. ഇതാണ് ഡൈവ് എഫ്. ഓക്കെ, നമുക്ക് ഫോർമുല എന്താണ്? ഫോർമുല ഇതാണ്. എഫ് ഡോട്ട് ഡൈവ് എഫ് ഇതാ ഫൈ ഈക്വൽ ടു സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ജി ഡൈവ് എഫ്. ഇതാണ് ഡൈവ് എഫിൻ്റെ വാല്യൂ. നമുക്ക് ഡൈവ് എഫിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. 3x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ 3x സ്ക്വയർ പ്ലസ് 3. ഇതാണ് ഡൈ എഫിൻ്റെ വാല്യൂ. നമുക്ക് ഇവിടെ കിട്ടിയത് വേണ്ട 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z. അതിവിടെ കിട്ടി. ഡൈവ് എഫ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവ് എഫ് ഡി വി ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സർഫസ് തന്നിട്ടുണ്ട്. നമ്മുടെ തന്നിരിക്കുന്ന സർഫസ് ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന സർഫസ് അത് നിങ്ങൾ ഓർമ്മയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന സിലിണ്ടർ. ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന സിലിണ്ടർ. സെഡ് ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 2. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 2 ആണ്. ഇതാണ് ഈ ഹൈറ്റ് 2 ആണ്. ഇതാ ഇവിടെ ഹൈറ്റ് 2 ആണ്. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 2 ആണ്. ഈ സിലിണ്ടറിൻ്റെ ബേസോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്തും? ഇതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റും. ഇതാ സിഗ്മ ഡിനോട്ട് ദ ഔട്ട്വേർഡ് ഓറിയന്റഡ് സർഫസ് the region that it enclosed as a surface under consideration is a portion of the cylinder. For the evaluation of the triple integral we prefer cylindrical coordinate. Cylindrical coordinateൽ എന്തായിരിക്കും? ആർ തീറ്റ സെഡ് ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ കോസ് തീറ്റയാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക്. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. സെഡിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ ആർ എന്താ? ഇത് ഈ സർക്കിൾ എക്സ് വൈ പ്ലെയിനിലുള്ള ആണ് ആറ് കിട്ടുന്നത്. എക്സ് വൈ പ്ലെയിനിൽ കിട്ടുന്ന ക്യാപിറ്റൽ ആറിൻ്റെ ഇതാണ് എക്സ് വൈ പ്ലെയിനിൽ കിട്ടുന്ന ക്യാപിറ്റൽ ആർ. അതിൻ്റെ റേഡിയസ് എത്രയാ? റേഡിയസ് 3 ആണ്. അപ്പോൾ സ്മോൾ ആർ വേരിയസ് ഫ്രം 0 to 3. ഇതാണ് ഒരു ഫുൾ റൗണ്ട് ഉണ്ടാവുന്നുണ്ട്. തീറ്റ വേരിയസ് ഫ്രം 0 to 2 പൈ. അതാണ് എക്സ് ആർ വേരിയസ് ഫ്രം 0 to 3. ഈ ആർ വേരിയസ് ഫ്രം 0 to 3. തീറ്റ വേരിയസ് ഫ്രം 0 to 2 പൈ. സെഡ് അത് തന്നെ. സെഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0 to 2. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ് തന്നെയായിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ സിലിണ്ടർ എക്സ് വൈ പ്ലെയിനിൽ എടുക്കണം. എക്സ് വൈ പ്ലെയിനിൽ എടുക്കുമ്പോൾ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് 6. അത് മറന്നു പോകരുത്. സിലിണ്ടർ റേഡിയസ് ആണ് 6. ഇത് ഫുൾ സർക്കിൾ സിലിണ്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ തീറ്റ 0 to 2 പൈ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇത് കിട്ടി. ഇതാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ജി 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z ഇൻറ്റു ഡി വി. ഈ ഡി വിന് നമ്മൾ സെഡിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഡി സെഡ് എടുത്തു.
പിന്നെ ഡി എക്സ് ഡി വൈ ആണ്. അതിന് പകരം ആർ ഡി ആർ ഡി സെഡ്, അത് ഓർമ്മ വേണം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമ്മൾ, അതാണ് നിങ്ങൾ ഓർമ്മ വേണ്ടേ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഡി വിക്ക് പകരം ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ എന്നാണ് എടുക്കണ്ടേ. അപ്പോൾ ഈ ഡി വിക്ക് പകരം ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. സെഡിൻ്റെ വാല്യൂ എന്താ? 0 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുക സെഡ്. ആർ 0 to 3 അതിൻ്റെ റേഡിയസ്. ഈ 0 to 2 എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. 0 to 2 2 ആണ് ഹൈറ്റ്. 0 മുതൽ 2 വരെയാണ് ഹൈറ്റ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സിലിണ്ടറിൻ്റെ റേഡിയസ് 3 ആണ്. അപ്പോൾ 0 to 3 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദെൻ ഒരു ഫുൾ റൗണ്ട് ഉണ്ടായതുകൊണ്ട് XY പ്ലെയിനിൽ 0 to 2 പൈ. ഓക്കെ, ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ഓർമ്മ വേണ്ടത്. അപ്പോൾ 3r² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r³ സോറി ഓക്കെ 3x² പ്ലസ് y². ഇവിടെ നമ്മൾ 3 എന്നുള്ളത് 3 പുറത്തെടുത്തു. x² പ്ലസ് y² അതാണ്. അപ്പോൾ നമ്മൾ x² പ്ലസ് y² എടുത്തു, 2z എടുത്തു. അപ്പോൾ നമുക്ക് 3r² 2z r dr തീറ്റ. ഈ 3r² പ്ലസ് 2z r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3r³ z പ്ലസ് ഇതിനെ ഈ 2z r കൊണ്ട് മൾട്ടിപ്ലൈ 2zr. എന്നിട്ട് ഇതിനെ 3r³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡ് ഇവിടുന്ന് ഒരു r ഇവിടെ വരും. അപ്പോൾ 3r³ ആയി. അതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r³ z. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ 2z × r ഉണ്ട്. അപ്പോൾ r ഇവിടെ വന്നു, ആ r ഇവിടെ ഉണ്ട്. പിന്നെ 2z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2z²/2 2 കൂടെ പോയി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇങ്ങനെ കിട്ടി. ഓക്കെ, അതിന് 0 to 2 ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വിട്ടും. 4r³ പ്ലസ് 6r³ പ്ലസ് 4r. അതിനെ വിത്ത് റെസ്പെക്ട് ടു r കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം 3r⁴/2 പ്ലസ് 2r² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 3 ആവും ലിമിറ്റ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 279 പൈ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 279 പൈ അതാണ് ഫ്ലക്സ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഒന്നും മാറില്ല. ഈ എഫ് മാറുന്നതനുസരിച്ച്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എഫ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് വെലോസിറ്റി. ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയാണ് എഫ്. വെലോസിറ്റി മാറുന്നതനുസരിച്ച് ഫ്ലക്സ് മാറിക്കൊണ്ടേയിരിക്കും. ഫ്ലക്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനാണ് കൂടുതൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത്, വോളിയം കൂടുതൽ. ഇവിടെ 279 ഫൈ ആണ്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് 279 ഫൈ വോളിയം പാസ് ചെയ്തു പെർ ടൈമിൽ, പെർ യൂണിറ്റ് ടൈമിൽ. അതാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 10. യൂസിങ് ഡൈവേർജൻസ് തിയറം ഇവാലുവേറ്റ് ഫ്ലക്സ്, ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ സിഗ്മ f ഡോട്ട് n ds വേർ f തന്നിട്ടുണ്ട്. സിഗ്മ ഈസ് ദ സർഫസ് ഓഫ് ദ cylindrical solid bounded by x² plus y² plus a². y² equal to a² and z equal to 0, z equal to 3. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡൈവെഫ് കാണണം. ഡൈവെഫ് ആണ് കാണേണ്ടത്. അപ്പം ∂/∂x ഓഫ് എന്താ x മൈനസ് സെഡ് പ്ലസ് ∂/∂y ഓഫ് ഇത് എത്രയാ y മൈനസ് എക്സ് പ്ലസ് ∂/∂z ഓഫ് എന്താ 2z മൈനസ് വൈ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ 1 കിട്ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെയും 1 കിട്ടി. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് അപ്പോൾ 2 കിട്ടി. അപ്പോൾ 2 + 2 + അത് 4 ആയി. അതാണ് ഡൈവെഫ് എന്ന് പറയുന്നത് 4 ആണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഡൈവെഫ് 4 ആണ്. ഓക്കെ, ദെൻ വളരെ സിമ്പിളാണ്. ഡൈവെഫ് 4 കിട്ടി. ഇനി ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റാണ്. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് നമ്മൾ എന്താ എടുക്കുന്നത്? x ഈക്വൽ ടു സിലിണ്ടറിക്കൽ അല്ലേ. അപ്പോൾ x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ, z ഈക്വൽ ടു z. അപ്പോൾ സെഡിൻ്റെ ലിമിറ്റ് 0 to 3 സെഡിൻ്റെ ലിമിറ്റ് 0 to 3 ആണ്. അതെടുക്കുക. സെഡിൻ്റെ ലിമിറ്റ് 0 to 3 അതിവിടെ എടുത്തു. സെഡിൻ്റെ ലിമിറ്റ് 0 to 3 എടുത്തു. ദെൻ ആറിൻ്റെ ലിമിറ്റ്, ഇവൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എ ആണ്. x² + y² ഈക്വൽ ടു a² ആണ്. അപ്പോൾ റേഡിയസ് എ ആണ്. ഇപ്പോൾ ഈ r എന്നുള്ളത് r cos θ. അപ്പോൾ റേഡിയസ് എ ആണ്. അപ്പോൾ 0 to a ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. r 0 to a. ദെൻ
എക്സ് തീറ്റ എന്ന് പറയുന്ന ഒരു ഫുൾ റൗണ്ടായിട്ട് 0 to 2 പൈയിലാണ്. ഓക്കെ, ദെൻ ഡി വിക്ക് പകരം എന്തായിരിക്കും എഴുതുക? ഡി വിക്ക് പകരം ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ എന്നാണ്. ഡി വിക്ക് പകരം ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ. അത് നിങ്ങൾ ഓർമ്മ വേണം. ഡി വിക്ക് പകരം അതാണ് എഴുതേണ്ടത് എപ്പോഴും. സെഡിന് ഡി സെഡും ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റയാണ്. ഡി എക്സ് ഡി വൈ സെഡിന് മാറ്റമൊന്നുമില്ല. അപ്പം ഡി സെഡിന് ഡി വി എന്ന് പറയുന്നത് എന്താണ്? ഡി വി ഈക്വൽ ടു ഡി സെഡ് ഡി എക്സ് ഡി വൈ ആണ്. ഡി സെഡിന് മാറ്റമൊന്നുമില്ല, അത് ഇവിടെ തന്നെ എഴുതി. പിന്നെ ഡി എക്സ് ഡി വൈക്ക് പോരാമാണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ എന്നും. ഡി എക്സ് ഡി വൈ ഈക്വൽ ടു, അത് നമ്മൾ നേരത്തെ പഠിച്ചു, ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഇത് കിട്ടി. ഇങ്ങനെ അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡി സെഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സെഡ് അപ്പർ ലിമിറ്റ് 3, ലോവർ ലിമിറ്റ് 3 into 4 12. ദെൻ ആർ ഡി ആർ ഡി തീറ്റ, ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ബൈ 2 കിട്ടി. ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടി. ദെൻ ഡി തീറ്റ 12 പൈ എ സ്ക്വയർ എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവിടെ വളരെ സിമ്പിളാണ്. ഇൻ്റഗ്രേഷൻ തീറ്റയുടെ ഇൻ്റഗ്രൽ 0 to 2 പൈ. തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താ? അത് തീറ്റയുടെ ഇൻ്റഗ്രൽ 0 to 2 പൈ. ആറിൻ്റെ ഇൻ്റഗ്രൽ റേഡിയസ്, ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എ ആയതുകൊണ്ട് ആറിൻ്റെ ലിമിറ്റ് 0 to a. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 0 മുതൽ 3 വരെ ആയതുകൊണ്ട് സെഡിൻ്റെ ലിമിറ്റ് 0 to 3. ഓക്കെ, ദെൻ അനദർ പ്രോബ്ലം. Example 11. Use divergence theorem to find the outward flux of the vector field F equal to F തന്നിട്ടുണ്ട്. Across the boundary of the region G, the region cut from the first octant by the cylinder x square plus y square equal to 4 and z equal to 3. ഫസ്റ്റ് ഒക്ടന്റിലാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം, എക്സ് ഈക്വൽ ടു സിലിണ്ടറിക്കൽ ആകുമ്പോൾ ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ്, ഡി വി ഈക്വൽ ടു ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ആറിൻ്റെ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആണ്, അത് 0 to 2 ആണ്. ദെൻ തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഫുൾ റൗണ്ട് വരൂല. ഒരു ഫുൾ ഫസ്റ്റ് ഒക്ടന്റിൽ എന്ന് പറയുന്നത് ഇത്രയേ വരുള്ളൂ. അപ്പോൾ 0 മുതൽ പൈ ബൈ 2 വരെയാണ് വരിക. ഫുൾ സിലിണ്ടർ ആണെങ്കിൽ 0 to 2 പൈ വരും. സെമി സിലിണ്ടർ ആണെങ്കിൽ 0 to പൈ ആ വരിക. ഇത് ഫസ്റ്റ് ഒക്ടന്റിലുള്ളത് ഇത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മ വേണം, തീറ്റ 0 to പൈ ബൈ 2. ഹൈറ്റ് സെഡ് ഈക്വൽ ടു 3 ആൻഡ് ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു 3 ആണ്. സെഡ് ഈക്വൽ ടു 0 to 3 ആണ്, ഹൈറ്റ് 3 ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ, ഡൈവെഫ് ആദ്യം കാണണം. എഫ് തന്നിട്ടുണ്ട്. അപ്പം ഡൈവെഫ് ഈക്വൽ ടു ഡൈവെഫ് ആദ്യം കാണണം. ഡൈവെഫ് ഇതിനെ 6x² 2x plus 2xy, പിന്നെ എന്താ 2y x² z, 2y x² z, അതിനെ വിത്ത് റെസ്പെക്ട് y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ 4x² y³ വിത്ത് റെസ്പെക്ട് z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡൈവെഫ് ഈക്വൽ ടു 12x plus 2y plus 2 എന്ന് കിട്ടും. ഡൈവെഫ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിൻ്റെ ഫോർമുല ചെയ്യുക. എഫ് ഡോട്ടിന് ഡൈവെഫ് എന്ന് പറയുന്നത് 12x plus 2y plus 2, 12x plus 2y plus 2 ഇൻറ്റു ഡി വി. ഇനി ഇവിടെ നമ്മൾ മാറ്റും. ഡി വിക്ക് പോലെ എന്ത് എഴുതും? ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ് എന്ന് എഴുതും. ഈ 12xന് പകരം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് എഴുതും. അപ്പോൾ 12r കോസ് തീറ്റ, 2y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതും. അതാണ് ഈ 2ന് 2 തന്നെ എഴുതി. ദെൻ വളരെ സിമ്പിളാണ് അത്. നമ്മൾ എന്നിട്ട് ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 12r സ്ക്വയറായി, ഇതും 2r സ്ക്വയറായി, തീറ്റ ഇവിടെ 2r ആയി. എന്നിട്ട് ആദ്യം ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തോളുക. ദാറ്റ് ഈസ് ഓൾ. ആദ്യം വിത്ത് ഇവിടെ നമ്മൾ ഡി തീറ്റ ഡി സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു 6 കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 6 കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു 6 കൊണ്ടാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. അപ്പം 12r² എന്നുള്ളത് 4r³ ആണ്. ഇത് 2r² എന്നുള്ളത് 2/3 r³ എന്നായി.
ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. അതാണ്. എന്നിട്ട് പിന്നെ ഇതിവിടെ നമ്മൾ ഇവിടെ Z ഈക്വൽ ടു 0 to 3 ആവട്ടോ, അത് മറന്നു പോരുത്. ഇതും Z ഈക്വൽ ടു 0 to 3 ആണ്. ആദ്യം r കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് തീറ്റ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ ഇവിടെ ആൻസർ കിട്ടിയതാ. ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടിയ ആൻസർ. അത് കഴിഞ്ഞ് അതിനെ തീറ്റ കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ, 4ൻ്റെ ഇൻ്റഗ്രൽ 4 തീറ്റ ഇൻറ്റു dz. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് സെഡ് ഈക്വൽ ടു 0 to 3 വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് 32നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 32 സെഡ് കിട്ടും. അപ്പർ ലിമിറ്റ് 3 കൊടുക്കുക. 2πനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π സെഡ് കിട്ടും. സെഡിന് അപ്പർ ലിമിറ്റ് 3 എടുക്കുമ്പോൾ 2 × 3 6π. അതാണ് 6π. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 112 + 6π എന്ന് കിട്ടും. ഓക്കെ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയോളൂ. നെക്സ്റ്റ്, എംപ്ലോയിങ് സ്പെറിക്കൽ കോർഡിനേറ്റ്. സ്പെറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതാണ് ഈസി ആയിട്ട്. എക്സാമ്പിൾ 12. യൂസ് ദ ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് f of x y z across the surface of the region that enclosed by the hemisphere. ഇവിടെ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ എന്താണ്? ഇത് x² + y² + z² = a² എന്ന് പറയുന്ന ഹെമിസ്ഫിയർ ആണ്. XY പ്ലെയിനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഹെമിസ്ഫിയർ അതാണ്. ഇതാണ് ഹെമിസ്ഫിയർ. ഈ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്താ? ഇത് Z ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ x² + y² + z² = a². ഹെമിസ്ഫിയർ ആണ്, അത് ഓർമ്മ വേണം. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, ആ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, and Z equal enclosed by the hemisphere and the plane Z equal to 0. അപ്പോൾ Z equal to 0യിൽ ഇരിക്കുന്ന ഹെമിസ്ഫിയർ എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ Z equal to 0യിൽ ഇരിക്കുന്ന, അപ്പോൾ XY പ്ലെയിനിൽ ഇരിക്കുന്ന ഹെമിസ്ഫിയർ, ഇത് തന്നെ ഹെമിസ്ഫിയർ, XY പ്ലെയിനിൽ ഇരിക്കുന്ന ഹെമിസ്ഫിയറിൻ്റെ ഫ്ലെക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഫ് തന്നിട്ടുണ്ടല്ലോ, ഇതാ F equal to this. അപ്പോൾ ഡൈവെഫ് കാണണം, ഡൈവെഫ്. അപ്പം x³ വിത്ത് റെസ്പെക്ട് ടു എക്സ്, y³ ചെയ്തു, z³ വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് ചെയ്തു. അപ്പോൾ 3x² + y² + z² എന്ന് കിട്ടി. അതാണ് ഡൈവെഫ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇത് സ്പെറിക്കൽ കോർഡിനേറ്റിലേക്ക് കോർഡിനേറ്റ് മാറ്റുമ്പോൾ ചെയ്യുന്നത് എക്സിന് പകരം റോ സൈൻ ഫൈ കോസ് തീറ്റയാണ്, വൈക്ക് പകരം റോ സൈൻ ഫൈ സൈൻ തീറ്റയാണ്, സെഡിന് പകരം റോ കോസ് ഫൈ ആണ്. ഈ റോ എന്ന് പറയുന്ന തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇവിടെ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് a ആണ്. x² + y² + z² = a² ആകുമ്പോൾ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് φ = a ആണ്. അത് ഓർമ്മ വേണം. ഇനി ഈ ഡി വിക്ക് പകരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി വിക്ക് പകരം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരിക്കുന്നതാണ്. ഡി വിക്ക് പകരം നമ്മൾ സിലിണ്ടറിക്കലാണെങ്കിൽ ഡി വിക്ക് പകരം എന്തെഴുതും? ആർ ഡി ആർ ഡി സെഡ് ഡി ആർ ഡി സെഡ് ഉണ്ട്, ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതും. ഡി വിക്ക് പകരം ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതും. അവിടെ ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ ഡി വിക്ക് പകരം റോ സ്ക്വയർ, ഇതാണ് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എഴുതണം. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് ഡി വിക്ക് പകരം എഴുതുന്നത്. എക്സിന് പോലെ റോ സൈൻ ഫൈ കോസ് തീറ്റ എഴുതി, വൈക്ക് പോലെ റോ സൈൻ ഫൈ സൈൻ തീറ്റ എഴുതി, സെഡിന് പോലെ റോ കോസ് ഫൈ എഴുതി. ദെൻ നമുക്ക് ഇനി വേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ എന്തായിരിക്കും? നമ്മൾ ഇവിടെ നോക്കേണ്ടത് റോ എന്ന് പറയുന്ന ഈ സ്പിയറിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റോ ഈക്വൽ ടു a ആണ്. 0 to a റോയെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 to a റോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫൈ എന്ന് പറയുന്ന സെഡ് ആക്സുമായിട്ടുള്ള ആംഗിളാണ്. ഈ ആംഗിൾ മാക്സിമം എത്രയാണ് വരിക?
ആ ആംഗിൾ മാക്സിമം വരുന്നത് π/2 ആണ്. π/2 ആണ് ആംഗിൾ വരേണ്ടത്. π/2 ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഫൈ എന്ന് പറയുന്ന ആംഗിളാണ്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ സെഡ് ആക്സും ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഫൈ വേരീസ് ഫ്രം 0 to π/2. 0 to π/2 അതാണ് ഇവിടെ. ആദ്യത്തെ റോ 0 to a ആണ്. ഫൈ 0 to π/2 ആണ്. ദെൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൗണ്ട് ആണ്. അതുകൊണ്ട് തീറ്റ 0 to 2π. അതാണ് ഓർമ്മ വേണ്ടത്. ഫുൾ റൗണ്ട് ആയതുകൊണ്ടാണ് 0 to 2π. പകുതിയാ വരുന്നുള്ളെങ്കിലോ 0 to π. 4 ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇത് 0 to π/2 ആണ് എടുക്കേണ്ടത്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീറ്റയുടെ വാല്യൂ 0 to π/2 ആണ്. അപ്പം നമുക്ക് ഇത് കിട്ടി. ഇതാണ് ഡൈവഫ് കിട്ടി. ഡൈവഫ് എത്ര കിട്ടിയതാ? 3x² + 3y² + z². അതാണ് x² = 3x² + 3y² + 3z². അതാണ് അത് നിങ്ങൾ ഓർമ്മ വേണം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 3x² ദെൻ റോ sin φ റോ. ഓക്കെ, ഇനി 3 പുറത്തെടുത്തു. 3 ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. അപ്പോൾ 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x² + y² + z². x² + y² + z² എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റോയാണ്, അതിൻ്റെ റേഡിയസ് ആണ്. അത് റോയാണ്. അതുകൊണ്ടാണ് ഈ 3x² + 3y² + 3z² = 3 ρ² എന്ന് എഴുതിയത്. 3 ρ² ആണ്. ദെൻ നമുക്ക് എഴുതാം ഡി വിക്ക് പോലെ എന്താ? ρ² sin φ d റോ d φ d തീറ്റ. അതെങ്ങനെ എഴുതി? അത് നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇത് വരാൻ പാടില്ല. ഇതാണ് 3x² + 3y² + 3z². 3 പുറത്തെടുത്ത് കഴിയുമ്പോൾ ടേക്കിംഗ് ഔട്ട് സൈഡ് x² + y² + z². x² + y² + z² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. അത് റോയാണ്. റോയുടെ മാക്സിമം വാല്യൂ a ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോയ്ക്ക് നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ റോ അതുപോലെ തന്നെ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ റോ അതുപോലെ തന്നെ നിർത്തിയിട്ട് എയുടെ വാല്യൂസ് ലിമിറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക റോയുടെ. അപ്പം ഇതിങ്ങനെ കിട്ടി. ഇനി ആദ്യം 3 p² × ρ². അത് 3 ടേക്കിംഗ് ഔട്ട് സൈഡ് ρ⁴. റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ? അതിന് റേഡിയസ് ആണ്. റേഡിയസിൻ്റെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ a. അവിടെയാണ് നമ്മൾ റോയ്ക്ക് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ a⁴. ρ⁴ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ρ⁵/5 കിട്ടും. അപ്പർ ലിമിറ്റ് കൊടുത്താൽ a⁵/5. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്താ ഉള്ളൂ? sin φ d φ d തീറ്റ. sin φ d φ-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? -cos φ കിട്ടും. sin φ-നെ ഇൻ്റഗ്രേറ്റ് -cos φ. ഫൈയുടെ വാല്യൂ എത്രയാ? φ 0 to π/2 ആണ്. അപ്പം അത് കിട്ടി. ഇനി അടുത്തതും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തീറ്റയുടെ വാല്യൂ ഒരു ഫുൾ റൗണ്ട് ആണ്. അതുകൊണ്ട് 0 to 2π ആണ്. അപ്പം 6/5 π a⁵5 എന്ന് കിട്ടും. ഇതാണ് സ്പെറിക്കലിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഓർമ്മ വേണം. ഓക്കെ, ദെൻ എക്സാമ്പിൾ 13. യൂസ് ദ ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് F = this across the boundary of the region G, the region cut from the first octant by the sphere. അതാണ് ഇവിടെ സ്പിയറിൽ ഫസ്റ്റ് ഒക്ടൻറ്റിൽ വരുന്നതാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഡൈവഫ് കാണുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x - y-നെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3xz-നെ വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x എന്ന് കിട്ടും. 3x. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ റോ sin φ cos തീറ്റയാണ്. അപ്പോൾ ഡൈവഫിൻ്റെ വാല്യൂ എന്താ? 3x എന്ന് പറയുക. 3 റോ sin φ cos തീറ്റ. അത് വേണം. ഇതാണ് ഡൈവഫിൻ്റെ വാല്യൂ. ഇനി നിങ്ങൾക്ക് വേണ്ടത് റോയാണ്. റോ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ റോ എത്രയാണ് വരുന്നത്? 2 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 0 മുതൽ 2 വരെയാണ് റേഡിയസ്. അപ്പോൾ റോയെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട 0 to 2 ആണ്. ഫസ്റ്റ് ഒക്ടൻറ്റിലാണ്. ഫസ്റ്റ് ഒക്ടൻറ്റിലായതുകൊണ്ട് ഫൈയുടെ വാല്യൂ 0 to π/2 ഫസ്റ്റ് ഒക്ടൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY പ്ലെയിനിന് മുകളിലാണ് വരിക. അത്
തീറ്റയുടെ വാല്യൂ ഇവിടെ നോക്ക്, ഫസ്റ്റ് ഒക്ടൻറ്റിലായതുകൊണ്ട് ഫുൾ റൗണ്ട് ആണെങ്കിൽ 0 to 2π വരിക, ഹെമി സർക്കിളിലാണെങ്കിൽ 0 to π ആണ് വരിക. ഇത് ഫസ്റ്റ് ഒക്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ വരുള്ളൂ. അതുകൊണ്ട് 0 to π/2 അതാണ് ഇൻ്റഗ്രേഷൻ ലിമിറ്റ്. തീറ്റയുടെ വാല്യൂ അത്രയേ വരുള്ളൂ, അതാണ്. അപ്പോൾ നിങ്ങളത് ഓർമ്മയാണ്. അപ്പോൾ ഡൈവഫ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം ഇതാ റോയുടെ വാല്യൂ 0 to a, ഫൈയുടെ വാല്യൂ 0 to π/2, തീറ്റയുടെ വാല്യൂ 0 to π/2. ഇതാണ് ഡൈവഫ്. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഡി വിക്ക് പകരം എന്തെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡി വിക്ക് പകരം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്, അതാണ് എടുക്കേണ്ടത്. അത് മറന്നു പോകരുത്. റോ സ്ക്വയർ സൈൻ ഫൈ ഇതാണ്. റോ സ്ക്വയർ സൈൻ ഫൈ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ഡോണ്ട് മിസ് ദിസ് റോ സ്ക്വയർ സൈൻ ഫൈ. ഓക്കെ, അപ്പം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഡി ത്രീ ടേക്കിംഗ് ഔട്ട്സൈഡ്. ദെൻ ഈ റോ ഉണ്ട്, ഈ റോ സ്ക്വയർ ഉണ്ട്. അപ്പോൾ റോ ക്യൂബ് കിട്ടി. റോ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോ റൈസ് ടു 4/4, അതിന് അപ്പർ ലിമിറ്റ് 2 എടുക്കുക. അപ്പം 2 റൈസ് ടു, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 12 കിട്ടും. പിന്നെ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ ഡി ഫൈ ഡി തീറ്റ. ഈ സൈൻ സ്ക്വയർ ഫൈനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1 - cos 2π/2 എന്ന് എടുക്കുക. അപ്പം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/2 കിട്ടും. 5/2 കിട്ടും. അപ്പോൾ 6 × π/2 ദാറ്റ് ഈസ് 3π × cos തീറ്റ ഡി തീറ്റ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3π കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഡൈവേർജൻസ് തിയറം തീരുകയാണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് തിയറം സ്റ്റോക്സ് തിയറമാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻസ് തിയറം പഠിച്ചു, സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചു, ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ പഠിച്ചു, ഗോസ് ഡൈവേർജൻസ് തിയറം രണ്ടാമത്തെ തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ 2 തിയറം പഠിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ഇനി സ്റ്റോക്സ് തിയറമാണ്. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.